ഹായ് ഓൾ, ദിസ് ഇസ് അഭയ് ഫ്രം Prepwise. പ്ലസ് ടുവിന് ശേഷം ഇന്ത്യയിൽ ഏറ്റവും മികച്ച ക്യാമ്പസുകളിൽ അഡ്മിഷൻ സെക്യൂർ ചെയ്യുന്നതിനായിട്ട് 2024 CUET, UG, IPMAT, JIPMAT അതുപോലെ NCET തുടങ്ങിയ എൻട്രൻസ് എക്സാമുകൾക്ക് തയ്യാറെടുക്കുന്നവർക്കായി Prepwise സംഘടിപ്പിക്കുന്ന ഫ്രീ ഓൺലൈൻ വർക്ക്ഷോപ്പ്. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഫോം ഫില്ല് ചെയ്ത് എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക. ഹായ് ഓൾ, വെൽക്കം ടു Prepwise. ടാർഗറ്റ് CUET 2024 ഭാഗമായിട്ട് CUET UG 2023 ജനറൽ ടെസ്റ്റിൽ ചോദിച്ചിട്ടുള്ള GK അതുപോലെ കറണ്ട് അഫയേഴ്സിൽ നിന്നുള്ള ചോദ്യങ്ങൾ എന്തൊക്കെ രീതിയിലാണ് ചോദിക്കുന്നത്, അതുപോലെ മുൻ വർഷത്തെ ചോദ്യങ്ങൾ അറിയുക, എപ്പോഴും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുക എന്നുള്ളത് ഏതൊരു പരീക്ഷയെ സംബന്ധിച്ചും വളരെയധികം നമുക്ക് അഡ്വാൻറ്റേജ് തരുന്ന ഒരു കാര്യമാണ്. എങ്ങനത്തെ ചോദ്യങ്ങൾ വരുമെന്നുള്ള ഒരു അറിവ് നിങ്ങളുടെ സമയം ഒരുപാട് ലാഭിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളുടെ പ്രിപ്പറേഷൻ ഒരുപാട് നല്ലപോലെ ചെയ്യാൻ നിങ്ങളെ സഹായിക്കും. സോ അതാണ് ഈ ഒരു സെഷന്റെ ഉദ്ദേശം. ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. സെഷൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് പരമാവധി ഷെയർ ചെയ്യുക. ഇനി പ്രിപ്പറേഷൻ സംബന്ധിച്ചുള്ള എന്ത് ഡൗട്ടിനും ഞങ്ങളുടെ അക്കാഡമിക് കൗൺസിലറുടെ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്, വിളിക്കുക, സംസാരിക്കുക. ഒട്ടും സമയം കളയാൻ നമുക്ക് നമ്മുടെ ആദ്യ ചോദ്യത്തിലേക്ക് പോവാം. ഇൻ വിച്ച് ലാംഗ്വേജ് മോസ്റ്റ് ഓഫ് അശോക ഇൻസ്ക്രിപ്ഷൻ ആർ റിട്ടൺ? അപ്പം ഈ അശോകൻ ഇൻസ്ക്രിപ്ഷൻസ് എഴുതിയിരിക്കുന്നത് ഏത് ഭാഷയിലാണ്? സംസ്കൃത് ആൻഡ് പാലി ആണോ, പ്രാകൃത് ആൻഡ് ബ്രഹ്മി ആണോ, ഹിന്ദി ആൻഡ് പാലി ആണോ, ഉറുദു ആൻഡ് സംസ്കൃത് ആണോ? ഈ ഭാഷകൾക്ക് പുറമെ കറക്റ്റ് ആൻസർ ഉണ്ട്. അതല്ലാതെ അറാമിക്കിലും അതുപോലെ തന്നെ ഗ്രീക്കിലും അശോകൻ എഡിക്ട്സ് നമ്മൾ കണ്ടിട്ടുണ്ട്. അതല്ലാതെ പ്രധാനമായിട്ടും എഴുതിയ ഭാഷ എന്ന് വെച്ച് കഴിഞ്ഞാല് മഗധി ഡയലക്ട് ഓഫ് ഈ കൊടുത്തിരിക്കുന്ന ഒരു ഭാഷയാണ്, വിച്ച് ഈസ് പ്രാകൃത്. രണ്ടാമത്തെ ഭാഷ എന്ന് പറയുന്നത് ബ്രഹ്മിയാണ്. ഓക്കെ, ബിക്കോസ് ഇവിടെ ആകെ ഒരിടത്ത് മാത്രമേ വരുന്നുള്ളൂ. സത്യം പറഞ്ഞാൽ ബ്രഹ്മിയിൽ അങ്ങനെ ഒരുപാട് ഉണ്ടെന്നുള്ളതൊന്നും സോഴ്സുകൾ നമ്മൾ കാണുന്നില്ല, പക്ഷെ പ്രാകൃതത്തിൽ ഒരുപാടുണ്ട്. ആൻഡ് പ്രാകൃതത്തിന്റെ ഒപ്പം തന്നെ അവിടെ കൊടുത്തിരിക്കുന്ന മറ്റേ ബൈ വൺ ഗെറ്റ് വൺ പോലെ ബ്രഹ്മിയും ഉണ്ട്. സോ നമുക്ക് ഇത് ഓപ്റ്റ് ചെയ്യണം. ദെർഫോർ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 2. ബ്രഹ്മി ഉണ്ട് കേട്ടോ, ഇല്ല എന്നുള്ളതല്ല, പക്ഷെ പ്രാകൃത് ആയിരുന്നു മെയിൻ. ഹു റോട്ട് ദ ഫേമസ് നോവൽ ദ ഗൈഡ്? നല്ല അടിപൊളി എഴുത്തുകാരനാണ്. RK നാരായൺ, സരോജിനി നായിഡു, BM കോൾ, വിജയ് ടെണ്ടുൽക്കർ. ഒരു ഗ്രേറ്റ് റൈറ്റർ ആണ്. ഇദ്ദേഹത്തിന്റെ ഗൈഡ് നടക്കുന്നത് മാൽഗുഡി എന്ന സാങ്കല്പിക ഗ്രാമത്തിലാണ്. ഇതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. മാൽഗുഡി ഡേയ്സ് എഴുതിയ വ്യക്തി ആരാണ്? ഇതൊരു സാങ്കല്പിക ഗ്രാമമാണ്, പക്ഷെ നമ്മൾ ഇദ്ദേഹത്തിന്റെ കഥ വായിക്കുമ്പം ആ കഥയിൽ ഈ ഒരു ഗ്രാമം ശരിക്കും ഇല്ല എന്ന് വിശ്വസിക്കാൻ അത്രയും ബുദ്ധിമുട്ടാണ്. അങ്ങനെയാണ് അദ്ദേഹം ഈ ഗ്രാമത്തെ വിവരിച്ചു വെച്ചിരിക്കുന്നത്. ആൻഡ് ദ റൈറ്റ് ആൻസർ ഈസ് ഗൈഡ് എന്ന പുസ്തകം എഴുതിയത് RK നാരായണാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഡാഷ് ഈസ് നോൺ ആസ് ദി ഫാദർ ഓഫ് ഇന്ത്യൻ ന്യൂക്ലിയർ ഫിസിക്സ്. അപ്പൊ ഇവിടെ നോക്കുക, ഇത് ലിറ്ററേച്ചർ ആണ്. ഓക്കെ, അത് തന്നെ സ്പെസിഫിക്കലി ബുക്സ് ആൻഡ് ഓതേഴ്സ് എന്നുള്ള സെക്ഷൻ പറയാം. അതുപോലെ ഇന്ത്യൻ ലിറ്ററേച്ചർ ആണ്. ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ ഹിസ്റ്ററി ആണ്. ഈ പാർട്ടുകളൊക്കെ നിങ്ങൾ ഇതിന്റെ ഭാഗമായിട്ട് കവർ ചെയ്യണം. CUET UG എഴുതാൻ, നിങ്ങൾ ജനറൽ ടെസ്റ്റ് എഴുതാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായാലും ഈ ഏരിയാസ് കവർ ചെയ്യേണ്ടതുണ്ട്. അടുത്തത് ബേസിക് സയൻസ് റിലേറ്റഡ് ഒരു ക്വസ്റ്റ്യൻ എന്ന് വേണമെങ്കിൽ പറയാം, പക്ഷേ ബേസിക് സയൻസിനെക്കാളും ഇത് എന്തിനോടാണ് ചേരുക? ഇൻവെന്റേഴ്സ് ആൻഡ് ഇൻവെൻഷൻസ് എന്നൊക്കെ പറയാം. അതിലാണ് നിങ്ങൾ ഈ പേര് കൂടുതലായിട്ട് കേൾക്കുക. കാരണം ബേസിക് സയൻസിൽ പൊതുവെ നമ്മൾ ഈ കോമൺ നെയിംസ് അതുപോലെ സയന്റിഫിക് നെയിംസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിരിക്കും പലപ്പോഴും ഡിസ്കസ് ചെയ്യുക. അല്ലെങ്കിൽ റിലേറ്റഡ് ബേസിക് ആയിട്ടുള്ള കോമ്പൗണ്ട്സിന്റെ പേരുകൾ, അല്ലെ കോമ്പൗണ്ട്സിന്റെ ഫോർമുല, അങ്ങനെ ഓരോരോ കാര്യങ്ങളാണ് ബേസിക് സയൻസിൽ വരിക, അല്ലെ ബേസിക് എക്സ്പെരിമെന്റ്സ്. പക്ഷെ ഇതെന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് പറയാം, അല്ലെ കുറച്ചുകൂടെ നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യമായിട്ട് പറയാം. ആരാണ് ശരിക്കും ഫാദർ ഓഫ് ഇന്ത്യൻ ന്യൂക്ലിയർ ഫിസിക്സ്? വിക്രം സാരാഭായി ആണോ, JC ബോസ് ആണോ, ഡോക്ടർ ഹോമി ജെ ഭാവെ ആണോ, APJ കലാം ആണോ? ഇതിന്റെ ഉത്തരം എനിക്ക് തോന്നുന്നു നിങ്ങൾ ഒരുവിധം എല്ലാവർക്കും തന്നെ അറിയാം. റൈറ്റ് ആൻസർ ഓപ്ഷൻ 3, ഡോക്ടർ ഹോമി ജെ ഭാവെയാണ്. അറേഞ്ച് ദി ഫോളോയിങ് ഇൻ കറക്റ്റ് ക്രോണോളജിക്കൽ ഓർഡർ. ഇതെന്താണ്? ഇൻഡിപെൻഡൻസ് സ്ട്രഗിൾ ആണ്. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്, നമുക്ക് സ്കിപ്പ് ചെയ്യാനേ പറ്റില്ല. ഇതിന്റെ കറക്റ്റ് ഓർഡറിൽ ഏത് ആദ്യം നടന്നു, ഏത് രണ്ടാമത് നടന്നു എന്നുള്ള രീതിയിൽ ഇതിനെ നമ്മൾ ഒരുക്കണം. അതാണ് ചോദ്യം. ദണ്ഡി മാർച്ച്, ചൗരി ചൗര ഇൻസിഡന്റ്, ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ്, ഫോർമേഷൻ ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, സ്വദേശി മൂവ്മെന്റ്. വളരെ ഈസി ആയിട്ടുള്ള ഒരു ചോദ്യമാണിത്. അപ്പൊ ഇത് പലപ്പോഴും ഇതിലിപ്പോ 3 എണ്ണം അറിയില്ല, 4 എണ്ണം അറിയില്ല പറഞ്ഞാൽ പോലും ഇതിൽ ഒറ്റ അറിഞ്ഞാൽ നിങ്ങൾക്ക് ഈസിലി ഇത് ആൻസർ ചെയ്യാൻ പറ്റും. ദണ്ഡി മാർച്ച് എപ്പോൾ നടന്നു? ചൗരി ചൗര ഇൻസിഡന്റ് എപ്പോഴാണ് നടന്നത്? ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് എപ്പോഴാണ് നടന്നത്? സ്വദേശി മൂവ്മെന്റ് എപ്പോഴാണ് നടന്നത്? ഇതിലൊറ്റ കാര്യമേ പറയാനുള്ളൂ. ദണ്ഡി മാർച്ച് ആയിക്കോട്ടെ, ചൗരി ചൗര കാരണം നോൺ കോപ്പറേഷൻ തിരിച്ചു വിളിച്ചതായിക്കോട്ടെ, ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ആയിക്കോട്ടെ, ഇതിനൊക്കെ മുന്നിൽ നിന്നത് സാക്ഷാൽ മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയാണ്, അല്ലെ ഗാന്ധിജിയാണ്. അപ്പൊ ഇത് 3 നടക്കുമ്പോൾ കോൺഗ്രസ് ഇവിടെ ഉണ്ട്, അല്ലെ? ഗാന്ധിജി കോൺഗ്രസിലേക്ക് വന്നിട്ട്, അല്ലെ ഒറ്റയ്ക്ക് ആദ്യം കുറച്ചൊക്കെ ചെയ്തെങ്കിലും പിന്നെ കോൺഗ്രസിന്റെ വലിയൊരു ഭാഗമായിട്ട് തന്നെയാണ് അദ്ദേഹം ഇതെല്ലാം ചെയ്യുന്നത്. അതിനു മുമ്പ് നടന്ന 2 കാര്യങ്ങൾ, ഒന്ന് സ്വദേശി മൂവ്മെന്റ് ആണ്,
അത് 1905 1885 നടന്നിട്ടുള്ള കാര്യമാണ് എന്ത് ഫോർമേഷൻ ഓഫ് INC ഡിസംബറിൽ. സോ ഡി ഫസ്റ്റ് വരുന്ന ഓപ്ഷൻ ഇത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഇവിടെ നോക്കുക, എ ആണ് ഫസ്റ്റ് വരുന്നത്, ഇ ആണ് ഫസ്റ്റ് വരുന്നത്, സി ആണ് ഫസ്റ്റ് വരുന്നത്. സോ ഇത് മൂന്നുമല്ല, ഓപ്ഷൻ 1 ആയിരിക്കും കറക്റ്റ്. ഇവിടെ നോക്കാം, ഡി ഫസ്റ്റ് വരുന്നു, ഇ സെക്കൻഡ് വരുന്നു, തേർഡ് ബി വരുന്നു ചൗരി ചൗര, പിന്നെ ദണ്ഡി മാർച്ച് വരുന്നു 1930 ആൻഡ് ഫൈനലി ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് 1942. കറക്റ്റ് ആണ്. അല്ലെങ്കിൽ സി അവസാനം വരുന്നു എന്ന് ഉറപ്പിച്ചാലും മതി, ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ആണ് ഇതിൽ ഏറ്റവും ലേറ്റസ്റ്റ് അല്ലേ. സോ അങ്ങനെ രണ്ട് രീതി നോക്കിയാലും വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ഇങ്ങനെയും കൂടെ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റണം. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഓർ ആർ ദ പോസിബിൾ കൊമേഴ്ഷ്യൽ ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻ ഓഫ് ബാക്ടീരിയ? ബാക്ടീരിയയുടെ പോസിബിൾ കൊമേഴ്ഷ്യൽ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഫെർമെന്റേഷൻ ഓഫ് ഷുഗേഴ്സ് ആണോ, ക്ലീനിങ് ഓഫ് ഓയിൽ സ്പിൽസ് ആണോ, ടാനിങ് ആൻഡ് മേക്കിംഗ് ഇങ്ക് ആണോ, പ്രൊഡക്ഷൻ ഓഫ് ആക്സിൻ ആണോ, ടു മേക്ക് വാർണിഷ്, പോളിഷ്, പെയിന്റ് എക്സെട്ര ആണോ? ഇത് കുറച്ച് ഹാർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. കാരണം ഇതെല്ലാവരും പഠിച്ചോണമെന്നൊന്നുമില്ല. ബേസിക് സയൻസ് എടുത്താൽ വേണമെങ്കിൽ, പക്ഷേ എല്ലാവരും പഠിച്ചോണമെന്നൊന്നും യാതൊരു നിർബന്ധവും ഇല്ല. ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഡി എന്നൊരു ഓപ്ഷൻ നോക്കുക. പ്രൊഡക്ഷൻ ഓഫ് വാക്സിനിൽ ബാക്ടീരിയ എന്തായാലും യൂസ് ചെയ്യുന്നുണ്ട്. ഡി ടിക്ക് കൊടുക്കുക. അങ്ങനെ ഡി വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ നോർമലി നാച്ചുറലി ഈ രണ്ട് ഓപ്ഷൻസ് പോകും. ബിക്കോസ് അതിൽ രണ്ടിലും ഡി ഇല്ല. ഇനി എ ബി ഡിയും ഉണ്ട്, ബി സി ഡിയും ഉണ്ട്. ഇതിൽ എ ആണ് പ്രധാന വ്യത്യാസം, എയും സിയും. സി നോക്കുക, ടാനിങ് ആൻഡ് മേക്കിംഗ് ഇങ്ക് വരുമോ എന്നുള്ളത്, അതുപോലെ ഫെർമെന്റേഷൻ ഓഫ് ഷുഗേഴ്സ് ബാക്ടീരിയ യൂസ് ചെയ്താണോ ചെയ്യുന്നത് എന്നുള്ളത്. ഇതിലും കൂടെ ഒരു ക്ലാരിറ്റി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ചോദ്യം ഈസിലി ആൻസർ ചെയ്യാൻ സാധിക്കും. ഞാൻ പറഞ്ഞു ഓൾറെഡി ഹാർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ബി കോമൺ ആണ്, വിച്ച് മീൻസ് എന്തായാലും ക്ലീനിങ് ഓഫ് ഓയിൽ സ്പിൽ എന്നുള്ളത് വരും. അപ്പോൾ ബിയും ഡിയും കോമൺ ആണ്, പിന്നെ എയും സിയും. അതിൽ ഫെർമെന്റേഷൻ ഓഫ് ഷുഗറിനാണ് ബാക്ടീരിയ അല്ലെ അതിന്റെ ഒരു കൊമേഴ്ഷ്യൽ ആപ്ലിക്കേഷൻ നമുക്ക് പറയാൻ സാധിക്കുക. ടാനിങ് ആൻഡ് മേക്കിംഗ് ഇങ്ക് അല്ല. സോ therefore എ ബി ആൻഡ് ഡി ഓപ്ഷൻ 2 ആണ് റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. ഇത് ബേസിക് സയൻസ് തന്നെയാണ്, നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലേ. SI യൂണിറ്റ്സും അതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ആക്സലറേഷൻ, പ്രഷർ, പവർ ഓഫ് ലെൻസ്, ഫ്രീക്വൻസി. ഇവിടെ അതിന്റെ യൂണിറ്റും കൊടുത്തിട്ടുണ്ട്. യൂണിറ്റ് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ, മീറ്റർ ഇൻവേഴ്സ്, സെക്കൻഡ് ഇൻവേഴ്സ്, മീറ്റർ സെക്കൻഡ് സ്ക്വയർ. അപ്പോൾ ഇതില് ചേരുംപടി ചേർക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആൻഡ് ഏതാണെന്നുള്ളത് കറക്റ്റ് ആയിട്ട് പഠിച്ചാൽ മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ജനറൽ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ സയൻസ് വിദ്യാർത്ഥികൾ മാത്രം എഴുതുന്ന പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ എഴുതുന്നതിൽ ഒരുപക്ഷെ ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ് വിദ്യാർത്ഥികളായിരിക്കും. അപ്പോൾ ഈ സയൻസ് ടോപ്പിക്സ് ഒക്കെ ഫെമിലിയറൈസ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇങ്ങനത്തെ ഒരു 3-4 ചോദ്യം വന്നാൽ തന്നെ നിങ്ങൾക്ക് 10 ചോദ്യമാണ് ആകെ ഒഴിവാക്കാൻ പറ്റുക. അപ്പോൾ ഇതിലെ ഒരു 5-6 ചോദ്യം വന്നു കഴിഞ്ഞാൽ പിന്നീട് ഒരുപക്ഷെ നിങ്ങൾ പഠിച്ച കാര്യങ്ങളിൽ തന്നെ നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റാതെ വരുന്നതുണ്ടാവും. അങ്ങനെ മൊത്തം നോക്കുമ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ മിസ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അത് ഒഴിവാക്കുന്നതിനായിട്ട് ഈ ഒരു ടോപ്പിക്സ് കൂടെ കവർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ എക്സാം ഒന്നുകൂടെ എളുപ്പം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇനി ഇതിൽ ആൻസർ കണ്ടെത്താൻ ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഷർ നോക്കുക. പ്രഷറിന്റെ യൂണിറ്റ് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഇത് വളരെ ഈസി ആയിട്ട് കണ്ടെത്താം. അങ്ങനെ കണ്ടെത്തണം എന്നുള്ളതെല്ലാം പറയുന്നത് ഇവിടെ യുണീക്ക് ആയിട്ടുള്ളൊരു കാര്യം പ്രഷറാണ്. ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ് പ്രഷറിന്റെ യൂണിറ്റ്. സോ ഇവിടെ B1 വരുന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. ഓക്കെ, ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, വിച്ച് ഈസ് ഓപ്ഷൻ നമ്പർ 2, B1 വരുന്നത്. A4 ആണ് വരുന്നത്. ഓക്കെ, ആക്സലറേഷൻ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണോ? അതെ. ഇനി ബാക്കി ഓപ്ഷൻസ് എന്തൊക്കെയാ? C2 പവർ ഓഫ് ലെൻസ് മീറ്റർ ഇൻവേഴ്സ് ആണോ? അതെ. ലാസ്റ്റ് D3 ഫ്രീക്വൻസി സെക്കൻഡ് ഇൻവേഴ്സ് ആണോ? അതും അതെ. സോ ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 2 തന്നെയാണ്. ബേസിക് സയൻസ് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ആൻസർ എഴുതാൻ പറ്റൂ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ലതാണ്. നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോവാം. നമാമി ഗംഗെ ടു ക്ലീൻ ആൻഡ് പ്രൊട്ടക്ട് ദ റിവർ ഗംഗ ഇൻ എ കോംപ്രിഹെൻസീവ് മാനർ വാസ് ലോഞ്ച്ഡ് ഇൻ. ഏത് വർഷമാണ് നമാമി ഗംഗെ എന്ന പേരിൽ ഗംഗാ നദിയെ ശുദ്ധീകരിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി പ്രൊജക്ട് തുടങ്ങിയെന്നുള്ളതാണ് ചോദ്യം. 2014 ആണോ, 15 ആണോ, 16 ആണോ, 17 ആണോ? 2000 കോടി രൂപ ഇതിനായിട്ട് മാറ്റി വെച്ചു. ഇപ്പൊ വൃത്തി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ പോയി നോക്കാം. എത്രത്തോളം ഇത് വർക്ക് ആയിട്ടുണ്ടെന്നുള്ള നമുക്ക് അറിയില്ല. 1985 തുടങ്ങിയ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പൊ അത് അവിടെ പകുതി വഴി നിന്നു. എന്നിട്ട് പിന്നീട് റീസ്റ്റാർട്ട് ചെയ്തതാണ് ഇത്. ഏതായാലും ഗംഗ വൃത്തിയായതായിട്ട് തോന്നുന്നില്ല. ഇപ്പോഴും നല്ല പൊല്യൂട്ടഡ് തന്നെയാണ്. പക്ഷെ ചോദ്യം അതൊന്നും അല്ല, ഏത് വർഷമാണ് തുടങ്ങിയെന്നുള്ളതാണ്. സോ ഇവിടെ കറക്റ്റ് ആൻസർ 2014 ആണ്. അപ്പൊ ഇത് ഗവൺമെന്റ് ഇനീഷ്യേറ്റീവ്സിൽ പെടുത്തിയാൽ മതി. കറണ്ട് അഫയേഴ്സ് അല്ല, കുറെ മുന്നേ വന്നിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ അത് അറിഞ്ഞിരിക്കേണ്ടുന്ന ഒന്നാണ് താൻ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ദ ഗ്രേറ്റസ്റ്റ് ഫുട്ബോൾ പ്ലെയർ പെലെ ബിലോങ്സ് ടു. അപ്പൊ പെലെ ഏത് രാജ്യക്കാരനാണെന്നുള്ളതാണ് ചോദ്യം. ബെൽജിയം, അർജന്റീന, ബ്രസീൽ, ജർമ്മനി. എന്ത് ചോദ്യമാണല്ലേ, മലയാളിയോട് ചോദിക്കാൻ പറ്റിയ ഒരു ചോദ്യമാണ്. പക്ഷെ ഇന്ത്യയിൽ എല്ലാവരും ഒരേ പരീക്ഷയാണ് എഴുതുന്നത്. പലർക്കും അറിഞ്ഞോണമെന്നില്ല. നമുക്ക് നമ്മുടെ മലയാളം ടെക്സ്റ്റിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, ഇപ്പൊ എടുത്ത് മാറ്റിയൊന്നും എനിക്കറിയില്ല, കറുത്ത മുത്ത് എന്നുള്ളൊരു പേരിൽ, അതിപ്പം ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എനിക്ക് ആ പേര് ഉപയോഗിക്കാൻ പാടുണ്ടെന്ന് പോലും
ചിന്തിക്കും നമ്മൾ. പക്ഷെ ആ ഒരു സമയത്ത് എന്തായാലും ഈ ഒരു പേരിലായിരുന്നു ആ ഒരു ചാപ്റ്റർ ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ ആ ഒരു സ്ട്രഗിളും അദ്ദേഹത്തിന്റെ അച്ഛൻ ആ ഒരു ഡൊഡീഞ്ഞോ എന്ന് പറഞ്ഞ വ്യക്തി അദ്ദേഹത്തിന്റെ ലൈഫിൽ പ്ലേ ചെയ്ത റോളും സിനിമ കാണുമ്പോഴും നമുക്ക് ആ ഒരു ഫീൽ ഒക്കെ ഉണ്ട്. പെലെ എന്നുള്ള സിനിമ ഉണ്ട്, താല്പര്യമുള്ളവർക്ക് പോയി കണ്ടു നോക്കാം കേട്ടോ. എക്സാം ഒക്കെ ഇല്ലാത്തപ്പോൾ, എക്സാമിനിടയിലൂടെ ഞാൻ സിനിമ കാണാൻ പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ ഈ സിനിമ ഒന്നും കണ്ടേക്കരുത്. എക്സാം ഇല്ലാത്തപ്പോൾ സിനിമയൊക്കെ പോയി കാണാവുന്നതാണ്. പെലെ ഒരു ലെജൻഡ് തന്നെയാണ്. 3 വേൾഡ് കപ്പ് നേടിയിട്ടുള്ള എനിക്കൊന്നും ഏക വ്യക്തി തന്നെയാന്ന് തോന്നുന്നു. സോ എക്സെപ്ഷണൽ പ്ലെയർ ആണ്. ആൻഡ് കൺട്രി ഓൾറെഡി അറിയാലോ, ബ്രസീലാണ്. ഓക്കെ, അപ്പൊ ഇത്രയുമായിരുന്നു നമ്മുടെ ഇന്നത്തെ ചോദ്യങ്ങൾ. അപ്പൊ എന്തൊക്കെ ഏരിയാസ്, ഇപ്പൊ ഇത് ആക്ച്വലി സ്പോർട്സ് തന്നെ പെടുത്താം. എന്തൊക്കെ ഏരിയാസിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് വന്നതെന്ന് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. ഇതുപോലെ ഇനിയും ഒരുപാട് ഏരിയാസ് ഉണ്ട്. ഇന്ന ഏരിയാസിൽ നിന്ന് മാത്രമേ ചോദ്യം ചോദിക്കുന്നുള്ളതല്ല, ഈ ഏരിയാസിൽ നിന്നൊക്കെ ചോദ്യം ചോദിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. വലിയൊരു സിലബസ് ആണ്. അപ്പൊ അതിനകത്തുനിന്ന് എവിടുന്ന് വേണേൽ അവർക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. പക്ഷെ എത്രത്തോളം നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പൊ നമുക്ക് ഓൾറെഡി അറിയാം ഈ ഏരിയാസിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഈ ചോദ്യങ്ങൾ അല്ലെങ്കിൽ പോലും അടുത്ത വർഷം ഇതേ ഏരിയാസിൽ നിന്നുള്ള ചോദ്യങ്ങൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുകയും ചെയ്യും. കഴിഞ്ഞ വർഷം ഇതേപോലെ തന്നെയുള്ള ഏരിയാസിൽ നിന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. അപ്പൊ അതാണ് ഈ സെഷന്റെ ഉദ്ദേശം. അതുകൊണ്ട് തന്നെ ഫ്രണ്ട്സിലേക്കും നിങ്ങളുടെ ബാക്കി ഈ പരീക്ഷ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് എന്ന് അറിയാവുന്നതിലേക്കൊക്കെ തന്നെ സെഷൻസ് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക. മറ്റൊരു സെഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾക്ക് CUET UG സംബന്ധിച്ചുള്ള ഡൗട്ടുകൾ ആൻഡ് കോച്ചിങ് സംബന്ധിച്ചുള്ള അറിയാൻ താല്പര്യമുള്ള എല്ലാ കാര്യങ്ങളും സംസാരിച്ച് തന്നെ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ അക്കാഡമിക് കൗൺസിലറെ വിളിക്കുക. നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. മറ്റൊരു സെഷനുമായിട്ട് വീണ്ടും കാണാം. പീസ് ഔട്ട്.